ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഓണസമ്മാനമായി കൂടുതൽ ആനുകൂല്യങ്ങൾ. ജനുവരിയിലെ 2% DAയും 7 മാസത്തെ കുടിശ്ശികയും പണമായി നൽകാൻ സർക്കാരിന്റെ നീക്കം. സർക്കാർ ജീവനക്കാരുടെയും സർവീസ് പെൻഷൻകാരുടെയും ദീർഘകാല ആവശ്യങ്ങളിലൊന്നായ DA കുടിശ്ശികയുടെ ഒരു ഭാഗമെങ്കിലും ഈ ഓണക്കാലത്ത് പണമായി കയ്യിലെത്തുമെന്ന പ്രതീക്ഷ ശക്തമാവുകയാണ്. ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരേണ്ട 2% DAയും അതിന് തത്തുല്യമായ DRഉം അനുവദിക്കുന്നതിനൊപ്പം കഴിഞ്ഞ 7 മാസത്തെ കുടിശ്ശികയും പണമായി നൽകുന്നതിനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇത് നടപ്പായാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ ആദ്യമായി DA കുടിശ്ശിക നേരിട്ട് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കൈകളിലെത്തുന്ന സാഹചര്യം ഉറപ്പായും ഉണ്ടാകും. ഓണക്കാലത്ത് ബോണസിനും ഉത്സവബത്തയ്ക്കുമൊപ്പം DA ആനുകൂല്യങ്ങളും ലഭിക്കുന്നതോടെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ഭാരം ഒരു പരിധിവരെ കുറയും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വലിയ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിലും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പരാതികളും ആശങ്കകളും പരിഗണിച്ചാണ് സർക്കാർ ആശ്വാസ നടപടികളിലേക്ക് കടക്കുന്നത് എന്നാണ് സൂചന. ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരേണ്ട 2% DA ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ജീവനക്കാരുടെ പ്രതീക്ഷ. എന്നാൽ ബജറ്റിൽ അത് സംബന്ധിച്ച പ്രഖ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതോടെ വിവിധ സർവീസ് സംഘടനകൾ നിരാശ അറിയിക്കുകയും DA കുടിശ്ശിക അനുവദിക്കാത്തതിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. ബജറ്റിൽ വരാനിരിക്കുന്ന DAകൾ കുടിശ്ശികയാകാതെ സമയബന്ധിതമായി നൽകുമെന്ന ഉറപ്പ് ഉണ്ടായിരുന്നെങ്കിലും ജനുവരിയിലെ കുടിശ്ശിക സംബന്ധിച്ച് വ്യക്തമായ പ്രഖ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് മന്ത്രിസഭയുടെ പ്രത്യേക തീരുമാനത്തിലൂടെ ജനുവരിയിലെ 2% DA അനുവദിക്കുമെന്ന പ്രതീക്ഷ ജീവനക്കാരിൽ ശക്തമായി. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. തീരുമാനം പ്രാബല്യത്തിൽ വന്നാൽ ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെയാകും ആനുകൂല്യം ലഭിക്കുക. അതോടെ 7 മാസത്തെ കുടിശ്ശികയും ജീവനക്കാർക്കും പെൻഷൻകാർക്കും പണമായി ലഭിക്കാനുള്ള സാധ്യതയാണ് ഉയരുന്നത്. സർക്കാരിന്റെ കണക്കു പ്രകാരം നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് 35% DA ആണ് ലഭിക്കുന്നത്. ജനുവരിയിലെ 2% കൂടി അനുവദിച്ചാൽ അത് 37% ഉയരും. ജീവനക്കാർക്ക് DA നൽകുന്നതിനായി പ്രതിമാസം ഏകദേശം 55 കോടി രൂപയും പെൻഷൻകാർക്ക് DR നൽകുന്നതിനായി 39 കോടി രൂപയും ഉൾപ്പെടെ ആകെ 98 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത സർക്കാരിനുണ്ടാകും. 7 മാസത്തെ കുടിശ്ശികയും ഒരുമിച്ച് നൽകുകയാണെങ്കിൽ ഏകദേശം 685 കോടി രൂപ സർക്കാർ കണ്ടെത്തേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. സാമ്പത്തികമായി വലിയ ബാധ്യതയാണെങ്കിലും ഓണക്കാലത്ത് ഇത്രയും വലിയ തുക വിപണിയിലെത്തുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സജീവമാക്കുമെന്നും വ്യാപാര മേഖലയ്ക്ക് ഉണർവ് നൽകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി DA അനുവദിച്ചിരുന്നെങ്കിലും മുൻകാല പ്രാബല്യവും കുടിശ്ശികയും സംബന്ധിച്ച് ജീവനക്കാർക്ക് പ്രതീക്ഷിച്ച ആനുകൂല്യം ലഭിച്ചിരുന്നില്ല. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വൈകിയതും DA കുടിശ്ശികകൾ കെട്ടിക്കിടന്നതും ജീവനക്കാരിൽ വ്യാപക അസംതൃപ്തിക്ക് കാരണമായിരുന്നു. മുൻകാല കുടിശ്ശികൾ പണമായി നൽകുന്നതിനു പകരം മറ്റു രീതികളിൽ തീർപ്പാക്കാനുള്ള തീരുമാനങ്ങളും ജീവനക്കാർക്കിടയിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ജീവിത ചെലവിലെ വർധന കണക്കിലെടുത്ത് ഓരോ വർഷവും ജനുവരി ജൂലൈ മാസങ്ങളിലാണ് ക്ഷാമബദ്ധയും ക്ഷമാശ്വാസവും സാധാരണയായി പരിഷ്കരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പുതിയ DA പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്തും അത് സംബന്ധിച്ച നടപടികൾ പുരോഗമിക്കുന്നത്. ഈ വർഷം ജൂലൈയിലെ DA വർധനയും പ്രഖ്യാപിക്കപ്പെടുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. അതുകൂടി നടപ്പായാൽ വർഷാവസാനത്തോടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA കൂടുതൽ ഉയരുമെന്നാണ് വിലയിരുത്തൽ. ശമ്പള പരിഷ്കരണം വൈകുന്നതോടെ DA നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്ന വിലയിരുത്തലും വിവിധ സർവീസ് സംഘടനകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കുടിശ്ശികയും പുതിയ DA വർധനയും ഒരുമിച്ച് നടപ്പായാൽ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക പ്രതീക്ഷകൾക്ക് വലിയ ആശ്വാസമാകുമെന്നും ഓണക്കാലത്ത് അവരുടെ കൈകളിലെത്തുന്ന അധിക പണം ഗുണകരമാകുമെന്നാണ് വിലയിരുത്തുന്നത്.